Friends, welcome back. Friends, we will discuss Google Sheet filters create the topic we discuss. Okay, friends, if you like this video, please channel subscribe your friends and videos share the channel subscribe and share and follow okay, friends, we video friends, we discuss Google Sheet filters create. Okay, filters create simple task simple Google Sheet. Okay, this is filter row. That's we first select. Okay, fifth column filter create fifth row filter create filter select column select. Okay, I will filter add data click create a filter and the option. I create a filter. You can put a filter. You can a filter. This is create the filter. Okay. Okay, this filter we click on this column full list ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കിപ്പോൾ പ്രൊജക്റ്റ് നമ്പർ 2 മാത്രം വേണം. ഓക്കെ, ഞാനിത് ക്ലിയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് പ്രൊജക്റ്റ് നമ്പർ 2 മാത്രം ടിക്ക് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുന്നു. അത് മാത്രം നമുക്കത് ഫിൽട്ടർ ചെയ്തിട്ട് ഡാറ്റ മാത്രം നമുക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ അത് കാണാൻ സാധിക്കുന്നു. ഓക്കെ, ഇനി നമുക്കിതിനെ പഴയ രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെലക്ട് ഓൾ കൊടുക്കുക. ഓക്കെ എന്നൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ ഫോർമാറ്റിലേക്ക് ഡാറ്റ ആവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇതിൽ A to Z എന്ന് പറഞ്ഞ സോർട്ടിംഗ് ഉണ്ട്. സോർട്ടിംഗ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഡിസെൻഡിങ് ഓർഡർ അസെൻഡിങ് ഓർഡറിലെല്ലാം നമുക്ക് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സാധിക്കുന്നതാണ്. അതിനുള്ള ഓപ്ഷൻസ് ആണ് നമ്മളിവിടെ സോർട്ട് A to Z പിന്നെ Z to A. ഓക്കെ, പിന്നെ നമുക്ക് ഫിൽറ്റേഴ്സ് അവൈലബിൾ. ഫിൽറ്റർ ബൈ കണ്ടീഷൻ, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഫിൽറ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതായത് ഈസ് എം ടി ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ നോട്ട് എം ടി ആണോ, ഇപ്പോൾ ടെക്സ്റ്റ് കണ്ടെയ്നിങ് ആണോ, അങ്ങനെ കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്കത് ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഫ്രണ്ട്സ് ഇതിൽ അടുത്ത ഒരു ഓപ്ഷൻ കാണുന്നത് ബൈ വാല്യൂ ആണ് നമ്മളിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തത് ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട്, ഈ ഒരു ഫിൽറ്ററിങ്ങിൻ്റെ ഷോർട്ട് കട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ നമുക്കൊരു 3 ഡോട്ട്സ് കാണാൻ സാധിക്കുന്നുണ്ട് റൈറ്റ് സൈഡിൽ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫിൽറ്ററിൻ്റെ ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്താൽ ഫിൽറ്റർ ഓഫ് ആവുന്നുണ്ട്. ഞാനത് ക്ലിക്ക് ചെയ്യുന്നു, ഫിൽറ്റർ ഓൺ ആവുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1000 ഡാറ്റ ഉണ്ട്. 1000 റോസിൽ ഡാറ്റാസ് ഉണ്ട്. 1001 എന്ന് പറയുന്ന റോ ബ്ലാങ്ക് ആണ്. പിന്നെ 1002 മുതൽ നമ്മുടെ ഡാറ്റ വീണ്ടും അവൈലബിൾ ആണ്. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫിൽറ്റർ ഇടുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഏതെങ്കിലും ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു റോ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യുന്നത് ഫിൽറ്റേഴ്സ് അക്സെപ്റ്റ് അല്ലെങ്കിൽ ഫിൽറ്റേഴ്സ് എനേബിൾ ചെയ്യുന്നത് എവിടെ വരെയാണോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാറ്റാസ് ഉള്ളത് അതുവരെയാണ് നമ്മുടെ ഡാറ്റയിൽ നമുക്ക് ഫിൽറ്റർ എനേബിൾ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതൊരു സമയത്തും ഫിൽറ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡാറ്റ കണ്ടിന്യൂ റോ വൈസ് ആണോ എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫിൽറ്റേഴ്സ് എനേബിൾ ചെയ്ത് കൊടുക്കുക. കാരണം ഫിൽറ്റേഴ്സ് എനേബിൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡാറ്റ ആ ഒരു പോർഷനിലില്ല, കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടില്ല എങ്കിൽ നമ്മുടെ ഡാറ്റയിൽ പ്രോപ്പറായിട്ടുള്ള ഫിൽറ്ററിങ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഓക്കെ, ഞാനിപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ഡാറ്റ ഞാൻ എടുത്തിട്ട് താഴെ ഞാനൊരു റോ എടുത്തിട്ട് ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 5th റോയിൽ ഒരു ഫിൽറ്റർ ഞാൻ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇത് കണ്ടില്ലേ നിങ്ങൾക്കിപ്പോൾ, അതായത് നമ്മുടെ 16th റോയിൽ ഈ കാണുന്ന 16th റോയിൽ നമ്മുടെ ഫിൽറ്റർ എനേബിൾ ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ബ്രേക്കിംഗ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം അത് അക്സെപ്റ്റ് ചെയ്യാതെ അവൈലബിൾ ആയിട്ടുള്ള കണ്ടിന്യൂസ് ഡാറ്റയുടെ മാത്രം ഫിൽറ്റേഴ്സ് അവിടെ എനേബിൾ ആയിട്ട് ചെയ്യുകയാണ്
നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫിൽറ്റർ, ആ ഫിൽറ്റർ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും നമുക്ക് ഗൂഗിൾ ഷീറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാനിത് സേവ് ആസ് എ ഫിൽറ്റർ വ്യൂ എന്ന് ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആണ് നമുക്കിതിൽ വന്നിട്ടുള്ളത്. ഫിൽറ്റർ 1 ആണ്. അതായത് ഫിൽറ്റർ 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്താൽ ഫിൽറ്റർ 1, ഓക്കെ, നണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഫിൽറ്റർ പോയി. ഓക്കെ, ഇത് ഞാൻ വീണ്ടും പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ഫിൽറ്റർ അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ആ ഫിൽറ്റർ 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫിൽറ്റർ അവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. അവരോടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും നിങ്ങൾ പറയുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.